ഹലോ ഗൈസ്, എല്ലാവരും ഷോർട്ട് വീഡിയോ കണ്ടു. നമ്മൾ ഈ ചാനൽ എന്തിനാണ് ഉണ്ടാക്കിയത്, ഈ ചാനൽ കൊണ്ടുള്ള ഉപയോഗം സാധാരണക്കാർക്ക് എന്താണ്, നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണാം. ഇപ്പോൾ യൂട്യൂബേഴ്സും മറ്റ് ഇൻസ്റ്റ റീല് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കൊന്നൊരു അവരുടെ ആവശ്യത്തിന് മാത്രം വെച്ച് പോകുന്നതാണ്. അപ്പോൾ നമ്മളൊരു ട്രെൻഡ് പിടിച്ചാണ് എല്ലാവർക്കും കൂടി നമ്മുടെ ചാനൽ വിഭാഗം ചെയ്യാം. അതെന്ന് വെച്ചാൽ സഹജീവികൾക്കും സഹപാഠികൾക്കും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒടിയൻ്റെ കഥകൾ. ആ സിനിമയിലൂടെ എല്ലാവരും കേട്ട് കാണും. പല പല ശക്തികൾ, അതായത് മോഹൻലാലൊക്കെ പറക്കുക, ആ ഒരു പുതപ്പ് പുതച്ച് കഴിഞ്ഞാൽ പിന്നെ അവരാരും കാണില്ല. പിന്നെ ലൈറ്റിൻ്റെ മറയത്ത് അവർ പല ആൾക്കാരെയും കൊല വിളിച്ചും പേടിപ്പിച്ചും നടന്നിരുന്ന ഒരു കാലം പാലക്കാടുണ്ട്. അത് എല്ലാവർക്കും ഒന്നും അറിയാതെ പോയ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ അച്ഛനമ്മമാർ ആ സമയത്ത് പേടിച്ചിരുന്ന ഒരു കാലം, പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ചിരുന്ന ഒരു കാലം, അത് ഈ കേരളത്തിലുണ്ടായതാണ്. പാലക്കാട് പ്രത്യേകിച്ച് പല പല സൈഡുകളിലും രാത്രി 6 മണിക്ക് ശേഷം ഒരാളും പുറത്തേക്ക് ഇറങ്ങില്ല. അന്നത്തെ കാലത്ത് ലൈറ്റില്ല, അതൊരു വലിയ ഇഷ്യൂ ആണ്. കറണ്ട് മാത്രമേ ഉള്ളൂ, അതും മറ്റേ ആ 10 രൂപയ്ക്ക് കിട്ടുന്ന ബൾബ്, അതിനെ വെളിച്ചത്തിൽ വേണം നമ്മൾ പഠിക്കാനില്ലായിരുന്നു. അന്നത്തെ കാലത്ത് വീട് ഓടാണ്, ടെറസൊക്കെ വീടുകളൊന്നും എവിടെയില്ല. ഓട് വീടിനെ റിച്ച് ആൾക്കാർ മാത്രം ഉപയോഗിച്ചിരുന്നതാണ് ഓട് വീട്. ആ സമയത്ത് കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നടന്നിരുന്നത്. അപ്പോഴാണ് നമ്മളെ നമ്പൂതിരിമാർ, താഴ്ന്ന ജാതിക്കാർ, അങ്ങനത്തെ ഒരു വിഭാഗം അവരായിട്ടുണ്ടാക്കിയത്. നമ്പൂതിരിമാരൊക്കെ എപ്പോഴും കുറേ സ്ഥലങ്ങൾ, കൃഷിയിടങ്ങൾ, പിന്നെ അതിൽ പണിയെടുക്കാനായിട്ട് ദളിത്, താഴ്ന്ന വിഭാഗക്കാർ, അവർക്ക് വേണ്ടിയിട്ട് മാത്രം അവരെ അടിച്ചും പണിയെടുപ്പിച്ചും ഒക്കെയും നടന്നിരുന്ന നമ്പൂതിരിമാർ എതിർക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു ശക്തിയാണ് ഒടിയാൻ. അതിലാണ് നമ്പൂതിരിമാർക്ക് താഴ്ന്ന ജാതിക്കാരോടൊരു ബഹുമാനവും ഒക്കെ വന്നത്. അത്ര കാലം പേടിച്ച് പണിയെടുത്ത് അവർ പറഞ്ഞു എന്തും കേട്ടിരുന്ന ഒരു തലമുറ, അവരെ വെല്ലുവിളിക്കാൻ, അവരെ എതിർത്ത് നിൽക്കാൻ ഒരു ശക്തിയെ വേണ്ടി ദൈവത്തിന് ത്യാഗം ചെയ്ത് നേടിയതാണ് ഈ വിദ്യ. ഇതിലൂടെ അവരുടേതായ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടി വന്നു. പക്ഷേ ഇതൊന്നല്ല കഥകൾ, ഇതൊക്കെ അവർക്കൊരു എതിർക്കാൻ ഒരു ശക്തിയായിട്ട് കൊണ്ട് കൊടുത്തൊരു മഷിയാണ് ഈ വിദ്യ. പക്ഷേ പിന്നെ നടന്നത് മനുഷ്യന്മാരുടെ കയ്യിൽ ഈ വിദ്യ എല്ലാവരുടെ കയ്യിലേക്കും കിട്ടി. ആ കിട്ടിയ വിദ്യ ഉപയോഗിച്ച് അവർ പൈസയ്ക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആൾക്കാരെ കൊന്നും ഒടിച്ചും വയ്യാതേക്കും ഒക്കെ നടന്നു ഒരു സമയത്ത്. പക്ഷേ നമ്മൾ കേൾക്കേണ്ടതൊന്നല്ല. ഒടിയൻ സിനിമ നമ്മളെല്ലാവരും കണ്ടു കാണും. അതിലിപ്പോൾ മോഹൻലാൽ പുള്ളിമാനായിട്ട് എത്തുന്നുണ്ട്, കാളയായിട്ട് എത്തുന്നുണ്ട്, പിന്നെ നായായിട്ട്, മറ്റേ വവ്വാൽ പറക്കണ ജീവിയായിട്ട് എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ എത്തും. അതൊക്കെ ശരിയുള്ള അതിനാണ്. ലൈറ്റിൻ്റെ സമയത്ത് അവരെ കാണും. ഇവരൊക്കെയും എന്തിനാണ് ഇങ്ങനെ ചെയ്തു ചോദിച്ചാൽ അവരൊക്കെ ആ സമയത്ത് അത് ആവശ്യമായിരുന്നു. പക്ഷേ അവരായി കഴിഞ്ഞപ്പോൾ മനുഷ്യനായതോ കൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി പല സൈഡിലേക്ക് പോയതുകൊണ്ടും ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ആൾക്കാരെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം. അപ്പോഴാണ് ജനങ്ങൾക്ക് ഇവരൊക്കെ ഭയങ്കര ശക്തിയാണ്, നമ്മൾ വിചാരിച്ച പോലെയല്ല, പലതും ഇവർക്ക് ചെയ്യാൻ വയ്ക്കും. അങ്ങനെ ജനങ്ങളൊന്നടക്കം പേടിച്ചിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മളെ മുമ്പിലേക്ക് തെരുവ് ലൈറ്റ് എത്ര തുടങ്ങിയത്. അപ്പോൾ ഇവർക്ക് പേടി, ആ സമയത്ത് ഇവരെ കാണും ലൈറ്റിൻ്റെ ഇടയിൽ വന്നാൽ. അങ്ങനെയാണ് അവർ കുറച്ച് ഇത് ഒഴിഞ്ഞു പോയത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ ഭയന്ന ഒരു സമയം ഉണ്ടാകും. കാരണം അവർ വിചാരിച്ച ആളെ എങ്ങനെയായാലും പോയി കൊല്ലും. ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂസ് നിങ്ങൾ കണ്ടുവല്ലേ അറിയില്ല, അമേരിക്കയിൽ ഒരാൾ പോയിട്ട് ഒടിവിദ്യ കൊണ്ട് ഒരാളെ കൊന്ന് തിരിച്ചു വന്നൊരു കാര്യം. എങ്ങനെ എത്രയും വലിയ രാജ്യത്ത് അമേരിക്ക, അതും അവിടെ പോയിട്ട് ഈ വിദ്യ കൊണ്ട് ഒരാളെ കൊല്ലെന്നൊക്കെ പറഞ്ഞാൽ അത് അത്രയും വലിയ പ്രതികാരദാഹമായ, മറ്റേ സിനിമയിലെ യക്ഷികൾ പ്രേതങ്ങളും മറ്റൊരാളെ പോയിട്ട് കൊല്ലണ പോലെ ഇത് നമ്മളെ പ്രതികാരദാഹമായിട്ട് ഒരാളെ പോയി കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ വിദ്യ കൊണ്ട് അവരുടേതായ കുലം അവർ നെയ്തുണ്ടാക്കി. പക്ഷേ ഇത് ഉപയോഗിച്ച് അവർ പലതും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഹിന്ദുക്കളായാലും മുസ്ലിംസായാലും ക്രിസ്ത്യൻസായാലും എല്ലാവരും പേടിച്ചിരുന്നു ഇവരെ. കാരണം ഇവരുടെ ശക്തി ചെറിയ ശക്തിയല്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ സമയത്ത് ഈ തെരുവ് ലൈറ്റ് വന്നില്ല വെച്ചെങ്കിൽ ജനങ്ങളുടെ ജീവിതം അത്രയും അപകടമാണ്. കാരണം ലൈറ്റ് വന്നു, വണ്ടി വന്നു, അങ്ങനെ മോട്ടോർ സൈക്കിളൊക്കെ വന്നു, കാർ വന്നു, അങ്ങനെ ജനങ്ങളൊന്ന് സേഫ് ആയപ്പോഴാണ് ഇവരൊന്നടക്കം ക്ഷീണിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തും ഇതുണ്ട് നമ്മുടെ നാട്ടിലൂടെ പല സ്ഥലങ്ങളിലും. ഇന്നും കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇതൊക്കെ ഉണ്ട്.
നമ്മൾ പറയുന്നത് ഇന്നിപ്പോൾ ഇത് എല്ലാവർക്കും വിശ്വസിക്കാം ഒരു ഇതുമില്ല. കാരണം ചില ആൾക്കാർ ഇതൊക്കെ തട്ടിക്കളയും. കാരണം അവർക്കൊന്നും ഒരു ഇതുമില്ല. അവർ രാത്രി പുറത്തിറങ്ങിയ ആൾക്കുണ്ട്. ഇപ്പോൾ രാത്രി എല്ലാവരും പുറത്താണ്. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്നും കേരളത്തിൽ പല പല സ്ഥലങ്ങളിൽ രാത്രി നടക്കാൻ പേടിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പുറത്തൊരാളാണ്, നമ്മുടെ നാട്ടിലുള്ള നമുക്കറിയും. ഇപ്പോൾ വേറെ ആൾ പുറത്തേക്ക് വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അയാൾക്ക് അറിയാൻ കഴിയില്ല. അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളും ഇപ്പോഴും കേരളത്തിലുണ്ട്. നമ്മൾ ഇവിടെ വിട്ടുപോയി. തമിഴ്നാട് തോന്നില്ല. തമിഴ്നാടും ഉണ്ട്, കേരളത്തിൽ, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട് ഓരോരോ ശക്തികൾ. പക്ഷെ അതിനൊക്കെ വെച്ച് നമ്മൾ സിനിമ ആക്കുമ്പോഴാണ് ഇത് എല്ലാവരും മുമ്പിലേക്ക് എത്തുന്നത്. ഓടിയ സിനിമ കണ്ടു, അത്രയേ ഉള്ളൂ, അതോടുകൂടി കഴിഞ്ഞു. പക്ഷേ അവർ വിചാരിച്ച എന്തും നടക്കും. അതാണ് ആ കാലത്ത് അവരാണ് കിങ്ങുകൾ. കാരണം അവർക്ക് പല ശക്തികളായിട്ട് അവർ വരും. ഇതൊക്കെ നമ്മൾ കേട്ട് കഥകളിലൂടെ കേട്ട് അതായത് അമ്മമ്മ അവർ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടൊരു കഥ ഉണ്ടാക്കി ആ കഥയെ വെച്ച് മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ എടുത്തു ഓടിയൻ. പക്ഷേ ഞാൻ പറയട്ടെ, അതൊന്നല്ല റിയലായിട്ടുള്ള ഓടിയൻ. പക്ഷെ ആ സിനിമയിലൂടെ നമ്മുടെ അതായത് മലയാളത്തിലെ യുവാക്കളുടെ ഇടയിലേക്ക് ഒരു എന്താണ് പ്രതികാരദാഹം എന്ന് കാണിക്കുന്ന സിനിമയാണ് അത്. നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല സീനുകൾ, അതൊക്കെയും ഏകദേശം ആ ലെവലിലേക്ക് തന്നെയായിരുന്നു അന്നത്തെ കാലം. കാരണം അതിൽ കണ്ടറിയാം തറവാടികൾക്ക് വലിയ ഓട് വീട്. പക്ഷെ അതിലൊക്കെയും പ്രതികാരം വീട്ടാനല്ല, അതിലൊക്കെയും നമ്മൾ ഒരാൾക്ക് ലാസ്റ്റ് പറയുന്നുണ്ട് മഞ്ജു വരെ, എന്തിനാ ഈ ഓടിക്കാൻ എന്താ തരേണ്ടത്. ആ സമയത്താണ് മോഹൻലാൽ പറഞ്ഞത് ഇതിൽ എനിക്കൊന്നും വേണ്ട. അതാണ് പറഞ്ഞത്. അവരുടെ ആവശ്യത്തിന് കഴിഞ്ഞ് പുറത്തേക്കൊരു ആവശ്യം വന്ന് ചെയ്തപ്പോഴാണ് ജനങ്ങളൊന്നടക്കം പേടിച്ചത്. അന്നത്തെ പുറത്തേക്ക് ഇറങ്ങാൻ പിടിച്ചു വന്നു. ഗർഭിണികളുടെ വയറ് പൊളിച്ച് അതിനുള്ള ഭ്രൂണമെടുത്ത് അതിന് അവരുടേതായ മഷികൾ ഉണ്ടാക്കിയിട്ടും അവർ ചെവിയുടെ പുറകിൽ വെച്ചിട്ടും കാണാതെ നായ്ക്കളായിട്ടും പലതും പല സൈഡിൽ ഇരുന്നിട്ടും ഇവർ 3 കൂടി സ്ഥലം മാത്രമേ എടുക്കൂ. കാരണം 3 കൂടി സ്ഥലത്ത് ഇവർക്ക് പെട്ടെന്ന് ഒരാളെ പേടിപ്പിക്കാം. അതേപോലെ കിട്ടിയ ആളെ ഒടിച്ച് കളയും. മുള വെച്ചിട്ടും മറ്റൊക്കെ വെച്ച് ഒടിച്ച് കളയും. അവർക്കായിരുന്നു അന്നത്തെ കാലത്ത് ഇത് പേടിച്ചിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ കാലം ലൈറ്റില്ല, ഒരു രക്ഷയില്ല. ഇവർ വന്നു കഴിഞ്ഞാൽ പേടിപ്പിക്കും, പല സൗണ്ട് ഉണ്ടാക്കും. ജനങ്ങൾ രാവിലെ 7 മണിക്ക് ശേഷം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. സൂര്യൻ്റെ ലൈറ്റിൽ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ രാത്രിയായി അവരാണ് അവിടുത്തെ സ്ഥലത്തിലെ മെയിൻ ആൾക്കാർ. അങ്ങനത്തെ ഒരു കാലം കേസ്. അതാണ് നമ്മൾ അന്തം വിട്ടു പോകുന്നത്. നമ്മൾ ഈ സിനിമയിലൂടെ കണ്ടതൊന്നുമല്ല. സിനിമയിലൂടെ കാണുന്നത് പലതും ശരിക്കും റിയലായിട്ടുണ്ടായതാണ്. നമ്മുടെ കേരളം പറഞ്ഞാൽ ചെറിയ സ്ഥലമല്ല. കേരളത്തിൽ പല പല ഐതിഹ്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഈ 2025 ഇതൊക്കെയും അത്രയും ഇതായിട്ട് നിൽക്കാൻ കാരണം തന്നെ ഈ പണ്ടത്തെ കാലത്ത് നടന്ന കാര്യങ്ങളാണ്. ഈ 2025 AI വന്നു, മൊബൈൽ വന്നു, എന്തൊക്കെ വന്നാലും ആ കാലം ഒരു കാലം തന്നെയാണ് ഗൈസ്. കാളവണ്ടിയും അതേപോലെ നെല്ലും ഇവരുടേതായ കാര്യങ്ങളും ദൈവങ്ങളും അതേപോലെ ഒരു സ്പെഷ്യൽ കാറ്റഗറി ആ സമയത്ത് ജീവിച്ചിരുന്നു. അവരൊക്കെ ഒരു ലൈഫ് സ്റ്റൈല് വെറൈറ്റിയാണ്. അന്നത്തെ കാലത്ത് നമ്മൾ ഇന്നത്തെ കാലത്തുള്ള പോലെ ഇന്നൊരു ഐഡിയാസും കൂടി ഇല്ല. അന്ന് വന്നവർ ഇന്നിപ്പോൾ റിച്ചായി, അന്ന് വന്നവർ ചില ആൾക്കാർ ഇന്ന് മരിച്ചുപോയി. അന്നത്തെ കാലത്തുള്ള ആൾക്കാരാവും ചിലപ്പോൾ നമ്പൂതിരിമാരിൽ ഏറ്റവും വലിയ പ്രമാണിമാരായിട്ട് ഇന്ന് ജീവിക്കുന്നത്. കുറേ സ്ഥലങ്ങളുണ്ട് അവർക്ക് കുറേ മുതലുണ്ട്. പക്ഷേ താഴ്ന്ന ജാതിക്കാരനൊന്നുമില്ല. ആ അവസ്ഥയിൽ എത്തിച്ച ഒരു കാലം ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇതൊക്കെ മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയതല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ അതൊക്കെയും ഒരിതാണ്. ദൈവമുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയിട്ട് ദൈവം കൊടുത്തൊരു വരമാണ് ഈ ഓടിയൻ. അത് റിയലാണെങ്കിൽ അപ്പോൾ ദൈവം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിക്കുന്നൊരു കഥകളാണ്. ഇതും നല്ല കഥകൾ കേസ്, പല കഥകളുണ്ട്. നമ്മളിതൊന്നും നമ്മളതായ കാര്യത്തിൽ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പല പല ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്നേ പുറത്തേക്ക് വരും. ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ സ്ഥിരീകരിച്ചാണോ, ഇതൊക്കെ എന്താ തെളിവുള്ളത്? പക്ഷെ നമ്മൾക്ക് ഇതൊന്നും തെളിവിന് ഒന്നും പറയാനില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് അനുഭവിച്ച ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലൂടെ ഉണ്ട്. അവിടേക്ക് അവിടത്ത് പോയിട്ട് ആ കഥ കേൾക്കും. അപ്പോൾ അറിയാം എന്താണ് അന്നത്തെ കാലത്ത് സംഭവിക്കുന്നത്. അത്രയും പേടിച്ച് ഓരോരോ കാലങ്ങൾ നമ്മൾ കേരളത്തിലായാലും ഇന്ത്യയിലായാലും കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ പല പല ശക്തികളാണ് കേസ്. നമ്മൾ വിചാരിച്ച ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തികളാണ് പല മനുഷ്യന്മാർ പ്രതികാരത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്രയും ജനങ്ങളെ ഒറ്റയ്ക്ക് പേടിപ്പിച്ച് ഉള്ളിലിരുത്താൻ കഴിവുള്ള ശക്തികൾ കേരളത്തിലുണ്ടായിരുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ചിരിക്കും. ഇതൊക്കെ എന്തിനാണ് അതൊക്കെയും പറയണം എന്നോട് കമൻ്റായിട്ട് ചോദിക്കും. പക്ഷെ ഞാൻ പറയട്ടെ, ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. നമ്മൾ മുത്തശ്ശി കഥകൾ അതേപോലെ പഴയ കഥകൾ വായിച്ച് മനസ്സിലാക്കി ഇതൊക്കെ
നമുക്കൊരു എക്സ്പീരിയൻസ് ആണ്. ഓ, ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, ആ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ രസമാണ് കേൾക്കാൻ. നമ്മൾ 1-ാം ക്ലാസ് പഠിക്കുമ്പോഴല്ല ഇപ്പോൾ ഇന്നത്തെ കാലത്ത്, അവർ 1-ാം ക്ലാസ് പഠിക്കുമ്പോഴല്ല ഇന്നത്തെ കാലത്ത്. അത് നമ്മൾ ആലോചിക്കാം. പക്ഷെ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു പാട്ട് പോലെ ഇങ്ങനെ കേട്ട് പോകാല്ലാതെ ഇതിനൊന്നും പറ്റിയ ആൾക്കാർ പഠിക്കണില്ല. പക്ഷെ സത്യം പറയട്ടെ, ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു, അതും ഇത്രയും പേടിച്ചിരുന്നൊരു കാലം. ഈ ഒടിയൻ എന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്, എത്രയോ കാലം മുമ്പ് തന്നെ ഈ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. സിനിമ ഇറങ്ങിയതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി, ഓ ഇതാണ് സംഭവം എന്ന്. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇറങ്ങുമ്പോഴാണ് മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണർന്നു വരുന്നത്. എന്തായാലും നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനൊരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ. ആ കാലത്തിന് അത്രയും ജനങ്ങൾ പേടിച്ചിരുന്നൊരു കാലം, അതാണ് ഒടിയൻ, പാലക്കാട് ഒടിയൻ. അപ്പോൾ ഗെയ്സ്, നമ്മൾ ഈ കഥയിൽ നിർത്താണ്. ഇത് ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മൾ പല സൈഡിൽ നിന്നും കേട്ട വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമായിരിക്കും. ബൈ ബൈ ഗെയ്സ്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണാൻ സബ് ചെയ്യൂ ഗെയ്സ്. നമ്മുടെ ഈ ചാനൽ കൊണ്ട് പല പല കാര്യങ്ങളും നമുക്ക് നേടാനുണ്ട്. അതിലൂടെ നിങ്ങളും കൂടി ഹെൽപ്പാവുക. വീഡിയോ പരമാവധി ആക്കി തരിക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുമായിരിക്കും. ബൈ ബൈ ഗെയ്സ്.